നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വേനൽ നറുതി വരുത്തിക്കൊണ്ട് മഴ പെയ്തിറങ്ങി. എന്നാൽ കനത്ത മഴ ഭീതി വിതയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ അതിശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത 5 ദിവസത്തേക്ക് കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത്. ഇന്ന് തെക്ക് വടക്കായി 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 2 ദിവസങ്ങളിൽ വടക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 15/5/2026 തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട്. 16-ാം തീയതി പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക്. 17-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത മഴയിൽ എറണാകുളത്തിന്റെ പല ഭാഗങ്ങളും മുങ്ങിയിരിക്കുകയാണ്. നായരമ്പലം വില്ലേജിലെ വെളിയത്താംപറമ്പ് ബീച്ചിന് സമീപം ശക്തമായ കാറ്റിൽ നിരവധി വീടുകളാണ് തകർന്നത്. മൂവാറ്റുപുഴ നഗരത്തിലും ശക്തമായ ചുഴലിക്കാറ്റ് വൻ നാശം വിതച്ചു. PO ജംഗ്ഷൻ, ആരക്കുഴ റോഡ്, 130 ജംഗ്ഷൻ, മാറാടി, കായനാട്, വാഴക്കുളം തുടങ്ങി നിരവധി പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതിനൊപ്പം വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുകയും നിരവധി പോസ്റ്റുകൾ തകരുകയും ചെയ്തു. നിർമ്മല സദൻ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെയും KSEB ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനവും വൈദ്യുതി പുനഃസ്ഥാപനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് ഇപ്പോൾ അധികൃതരും നിർദ്ദേശവുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. പാലക്കാട്, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലും കനത്ത മഴയാണ് പെയ്തത്. പാലക്കാട് ചിറ്റിലഞ്ചേരി സംസ്ഥാന പാതയിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ആലപ്പുഴയിൽ പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എഴുപുന്നയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അരൂർ ഫിഷറീസ് സ്കൂളിലെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. പൊതുശ്മശാനത്തിന്റെ പുകക്കുഴൽ കാറ്റിൽ ഒടിഞ്ഞു വീണു. ഏതാനും വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കോഴിക്കോട് വടകരയിൽ പെയ്ത മഴയിൽ കടകളിലേക്ക് വെള്ളം ഇരച്ചു കയറി. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തായി ഇപ്പോഴും ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. വടകര ചരണ്ടത്തൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ മരങ്ങൾ പലയിടത്ത് കടപുഴകി വീണ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വൈദ്യുതി പോസ്റ്റുകളും നിലം പൊത്തിക്കിടക്കുകയാണ്. ഇങ്ങനെ പലയിടത്തായി മഴയിൽ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണിട്ടുണ്ട്. വൈദ്യുത കമ്പികളിൽ തട്ടിയിട്ടുള്ള അപകടങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധ പാലിക്കുക. മണിയൂരിൽ കടന്നൽ കൂടോടെ മരം നിലം പൊത്തിയത് പരിഭ്രാന്തി പരത്തിയിരുന്നു. ആയഞ്ചേരി ടൗണിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ മഴയിൽ കല്ലാച്ചി ടൗണിൽ വെള്ളം കയറി. പാലക്കാടും മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പാലക്കാട് വടക്കഞ്ചേരി പ്രധാനി ഭാഗത്ത് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പലയിടത്തും ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീണിട്ടുണ്ട്. ശക്തമായ മിന്നലിൽ പാലക്കാട് ആര്യമ്പാവ് വീട്ടിലെ അടുക്കളയിലെ തറയോടുകൾ തകർന്നു. അടുക്കളയിലുണ്ടായിരുന്ന സ്ത്രീ പെട്ടെന്ന് ഓടി മാറിയതിനാൽ അപകടം ഒഴിവാകുകയായിരുന്നു. പള്ളിത്താഴം ബിവറേജിന് സമീപം പ്രവർത്തിക്കുന്ന FRP റോ മെറ്റീരിയൽ ഗോഡൌണും തകർന്നു. കനത്ത മഴയിൽ വണ്ടാഴിയിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. CVM LP സ്കൂളിലെ ഓടുമേഞ്ഞ മേൽക്കൂരയാണ് കാറ്റിലും മഴയിലും തകർന്നു വീണത്. മേൽക്കൂര പുതുക്കി പണിയാനെത്തിയ 5 തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചും വൈദ്യുത പോസ്റ്റുകൾ തകർന്നു വീണും നിരവധി ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കുക. വേനൽ മഴയല്ലേ, അത് വലിയ പ്രശ്നമില്ല എന്ന് കരുതരുത്. കാരണം വേനൽ മഴ അതിശക്തമാകും എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്.
കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 15-ാം തീയതി കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. ഇന്ന് തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശം, അതിനോട് ചേർന്ന മാലിദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. 16, 17 തീയതികളിൽ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. 18-ാം തീയതിയും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ 60 കിലോമീറ്റർ വരെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. എല്ലാവരും ജാഗ്രത പാലിക്കുക. മഴയിൽ കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ സുരക്ഷ ഉറപ്പാക്കുക. പ്രായമായവരെയും കുട്ടികളെയും ഗർഭിണികളെയും ഒക്കെ സുരക്ഷിതരാക്കുക. ഈ മഴ പെയ്തു തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ മഴക്കാലമാകുമ്പോഴത്തേക്ക് കുട്ടികൾ ഉൾപ്പെടെ ഈ വെള്ളത്തിലിറങ്ങിയുള്ള അപകടങ്ങൾ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുക. പരമാവധി സുരക്ഷിതരായിരിക്കുക. എല്ലാവരെയും സുരക്ഷിതരാക്കി സൂക്ഷിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.